ഡാൻസ് സ്റ്റെപ്പ് കളിച്ചിട്ട് പോകാല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അത് നടക്കൂല. കേരളത്തിൽ ഒരു നാച്ചുറൽ പാർക്ക് ഇതേ ഉള്ളൂ, കേവേ ഉള്ളൂ. അത് ഞങ്ങളത് മാത്രമാണ്. കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഇതാ ഇതുപോലെ വെള്ളത്തിൽ കളിക്കുന്നതാ ഇങ്ങോട്ട് വന്നോ. ഇതൊരു പ്രൈവറ്റ് ആണ്. നമ്മളിപ്പോ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വ്യൂ ഉള്ള ഒരു റൂമിലേക്കാണ്. ഇങ്ങനെ ഞാനിപ്പോ ചെറിയ കുട്ടിയായോ എന്നൊരു സംശയം. നമുക്ക് ടോട്ടൽ 2 ട്രീ ഹൗസ് ആണ്. ഇതും പിന്നെ നമ്മൾ നേരത്തെ കണ്ടത്. കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ചക്രമുടിയുടെ ഒരു ഭാഗമാണ്. കാടിനിടയ്ക്ക് നല്ല ഒരു എല്ലാം അറിയാലേ. കാര്യമൊക്കെ കൊടുത്തത് ഇപ്പൊ മോശമായി പോയോ എന്നൊരു സംശയം. ഞാനും കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ഇങ്ങനെ തുറക്കണുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും വ്യൂ ഉള്ള റൂം. സാരി കൊടുത്തിട്ട് പൂളിലിറങ്ങിയ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് മാത്രം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതെ ചിൽഡ്രൻസ് പാർക്ക് ഓണറാണ് അല്ലേ? അഹങ്കാരത്തോട് പറ. രാവിലെ 6 മണിക്ക് ഇവിടെ വന്ന് നിക്കണം. അപ്പൊ കാണാം നമുക്ക് കൂടമഞ്ഞ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അന്തരീക്ഷം കണ്ട എന്തൊരു കാം ആൻഡ് ക്വയറ്റ്. ആക്ച്വലി ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് 2ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ ഞാൻ വന്നപ്പോൾ ഞാൻ ക്യാമറ ഇതൊക്കെ മാറ്റി വെച്ചു. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ 2ാമത്തെ തവണ വന്നപ്പോൾ എന്തായാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം പിന്നെ പറയാം, അതിനേക്കാൾ മുന്നേ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിൽ സദൻ പനോരമ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ദ്ര റിസോർട്ട്. അപ്പം ഈ ഒരു റിസോർട്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടേക്ക് തന്നെ വരാനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സാധാരണ നിങ്ങൾക്ക് ആ ഒരു റിസോർട്ടിൻ്റെ ഫീലിങ്ങോ ഒരു ഹോംലി ടച്ചാണ്. ഹോംലി ടച്ചിനുപരി എന്തൊക്കെ പറയാം. എന്തായാലും അകത്ത് ചെല്ലാട്ടോ. നമുക്ക് ഈ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്ന എൻട്രൻസ്. ഈ കാണുന്ന ഈ ഒരു വീട് പോലത്തെ സംഭവമില്ലേ, ഇത് ആക്ച്വലി റിസോർട്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ളതല്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു റിസപ്ഷൻ ഏരിയ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺഫറൻസ് മീറ്റിങ്ങോ അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്ക് എന്നാലാണ് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കയറി പോകണം. ആക്ച്വലി ഇത് 24 ഏക്കറോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ ചെല്ലിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം, കണ്ടറിയാം. പിന്നെ അതാ ഇതുപോലെ ജീപ്പിലാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, റിസോർട്ടാന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വരൂ, എന്തായാലും നമുക്ക് കയറി നോക്കാം. എൻട്രൻസിലേക്ക് എത്തി, എല്ലാവരും ഉണ്ട്. എന്നാലും നമുക്ക് കയറാം. എന്താണ് ഇവിടുത്തെ വെറൈറ്റി, എന്താണ് ഇവിടുത്തെ ഹിഡൻ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഭവം. വരും. കയറി വരുമ്പോൾ തന്നെ എന്താ പറയാ, അമ്പലത്തിലെ വന്നൊരു ഫീലിംഗ്. വെൽക്കം മാം, വെൽക്കം ടു സദൻ പനോരമ. ഓ, ഈ ഒരു വെൽക്കം കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. എന്തായാലും ഞാനും ഒരു വെൽക്കം പറയട്ടെ. നിങ്ങളുടെ റിസോർട്ടിൽ എന്നെ വെൽക്കം ചെയ്ത സ്ഥിതിക്ക് ഇവരുടെ റിസോർട്ടിലേക്ക് നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യട്ടെ. എന്താണ് പേര്? ജിനു. അഖില. ഇത് സ്ഥിരമില്ലതാണോ അല്ലെങ്കിൽ സ്ഥിരമല്ല, ഞങ്ങളുടെ ഒരു കസ്റ്റമാണ് ഇത്. അതാണ് അല്ലേ? ഓക്കെ. ഒരു ഹോംലി ഫീൽ എന്ന് പറഞ്ഞില്ലേ, അതിലത്തെ ഒരു ഹോംലി ഫീലാണ്. എന്തായാലും ഇനി ഇവിടെ എന്താണ് സംഭവം, ഇവിടെ റിസപ്ഷൻ ഒന്ന് കാണാം നമുക്ക്. അതുപോലെ തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ ആരാണ് നമുക്കൊന്ന് പറഞ്ഞു? ആര്യാണ് മാമിനെ ഇനി മുമ്പോട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ മാമിനെ ഫ്രണ്ട് ഓഫീസും അതുപോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് ഫെസിലിറ്റീസ്, കോമൺ ഫെസിലിറ്റീസ് പറഞ്ഞുതരും. ബാക്കി റൂമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആര്യായിരിക്കും. ഓക്കെ. ആക്ച്വലി ഇതാണ് നിങ്ങളുടെ റിസപ്ഷൻ. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ വരുന്നത്. പിന്നെ റിസപ്ഷന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾക്ക് ബാങ്ക്വറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറന്റ് വരുന്നത്. ഓക്കെ. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഹിഡൻ സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ വാവായി പോയി. ഇത് സെക്കൻഡ് ടൈം ആണ്. ആ ഒരു സംഭവം പറയാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും ഞാൻ നാളെ ഒന്ന് കൊണ്ടുപോകട്ടെ. എന്തായാലും എനിക്ക് റെസ്റ്റോറന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫറൻസ് റൂമോ ഒന്നല്ല കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. റൂംസ് എന്ന് പറയുമ്പോ എന്തായാലും കൊണ്ടുപോട്ടെ. ആര്യ അല്ലേ? ആര്യ ഹായ്. നമുക്ക് പോവല്ലേ? പോണേനും ഒരു അടിപൊളി രീതിയുണ്ട്. ആര്യക്ക് എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് നമ്മൾ 24 ഏക്കർ പ്രോപ്പർട്ടിയാണ്. നമ്മൾ എന്താ പറയുക, ഒരു ഹിഡൻ ജിം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാർഡമം പ്ലാന്റേഷൻ, ടീ ട്രീസ് എല്ലാമായിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോൻ്റെ കല്യാണം വരെ ഇവിടെ നടത്താണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ചക്കനും പെണ്ണും മാത്രം അറേഞ്ച് ചെയ്താൽ മതി. നമുക്കൊന്ന് പോയാലോ?
ഓക്കെ, നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ജീപ്പിലാണ് നമുക്ക് ഇവരുടെ റൂമിലേക്ക് പോകാനേ പറ്റില്ല. നടന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അങ്ങ് വരെ നമ്മള് എത്ര 24 ഏക്കറിലാണ് ഓരോരോ റൂംസ് ഓരോരോ സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ വണ്ടി ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ കയറല്ലോ നമുക്ക്. ഓക്കെ, തുറക്കുക. ഞാൻ ആദ്യം കയറണല്ലേ? ശരി, വരൂ. നിങ്ങളും എത്തിക്കോളൂ, ഇവിടെ ഇരുന്നോളൂ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അറ്റത്താണ് നമ്മുടെ ട്രീ ഹൗസ് ഉള്ളത്. നമ്മൾ പോകുന്ന വഴിക്കാണ് പൂളും കാര്യങ്ങളും ബാക്കിയുള്ള റൂംസൊക്കെ ഉള്ളത്. നമ്മുടെ 2 ട്രീ ഹൗസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. രണ്ടും ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ മെയിൻലി നമ്മൾ കപ്പിൾസിനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇതായിട്ടാണ് നമ്മൾ കൊടുക്കാറ് ട്രീ ഹൗസ് ഒക്കെ. സോ ഈ കാണുന്നതാണ് പൂളിലേക്ക് പോകുന്ന എൻട്രൻസ്. അടിപൊളി, ഒരു രക്ഷയില്ല. സോ നമ്മൾ നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. സോ ഡെയിലി ബേസിസിൽ നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ലൈറ്റ് മ്യൂസിക് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ ഈ പാക്കേജിൽ പെടുന്നതായിരിക്കും. നമുക്ക് പാക്കേജിൽ പെടുന്നത് എല്ലാം പാക്കേജിലാണ് പെടുന്നത് കേട്ടോ. ഒന്നിന് എക്സ്ട്രാ സെപ്പറേറ്റ് ഇല്ല. ഓക്കെ, നമ്മുടെ പിന്നിക്കൂടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇനി വരുന്നതായിരിക്കും ഓരോരുത്തരായിട്ട്. അപ്പൊ നമ്മളൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടീമിലത്തെ ഓരോരോ വണ്ടികൾ ഇനി പിന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് പ്രത്യേകത പറയുന്നത് ഇവരുടെ ആ ഒരു വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ ഒന്ന് കാണിച്ച്. ഈ ഡ്രൈവർ ചേട്ടന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റിറക്കത്തിൽ കറക്റ്റ് കണ്ണിങ്ങിൽ കൊണ്ടുപോകുന്ന എത്ര ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഇവിടെ? 1.5 വർഷമായി. കണ്ടില്ലേ? ശരാ, നമുക്ക് തന്നെ ഒരു പേടിയുണ്ട്. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലായിടത്തും റിസോർട്ട് ഉണ്ട്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് തന്നെയാട്ടോ. ഓ, വഴി നോക്ക്, നിസ്സാര ചെറിയൊരു വഴി കൂടെ നമ്മളിങ്ങനെ അടിപൊളി. ഇതിന് എന്തോരം പോകണം? ലാസ്റ്റ് അറ്റം വരെ പോലെ നമ്മളിത് എത്താറായി. കണ്ടാ, ഇത്രയും യാത്ര ചെയ്തിട്ടും നമുക്കൊരു ക്ഷീണമില്ല കേട്ടോ. ഈ ഒരു ജീപ്പിൽ കയറി നമ്മൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇതൊക്കെ ഫുൾ കാർഡമം പ്ലാന്റേഷൻസ് ആണ്. ഓക്കെ, പൊളി. എന്തായാലും ഇറങ്ങി നമ്മളിനി കാണാൻ പോണ കാഴ്ച എന്ന് പറയുമ്പോൾ അത് കണ്ടറിയന്നെ വേണം. ഞാനും എക്സൈറ്റഡ് വാ ഞാനെ കൊണ്ടുപോകണ ആളെ ഇങ്ങോട്ട്. ശരിക്കും ആളാണ് എന്നെ കൊണ്ടുപോകേണ്ടത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സർവീസ്, ഇവരെ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആണ്. ഏതാ ഇവിടുന്നാണ്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വ്യൂ ഉള്ള ഒരു റൂമിലേക്കാണ്. സോ മെയിൻലി നമ്മൾ ഒരു പ്രൈവറ്റ് ആയിട്ട് കപ്പിൾസിനും ഫാമിലീസ് എടുക്കാറുണ്ട്. പൊതുവേ നമ്മൾ കപ്പിൾസിന് വേണ്ടി കൊടുക്കുന്ന റൂമാണിത്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ആഘോഷിക്കുന്നവർക്ക് അവർക്ക് നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ അതെ, ഓൾറെഡി ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ ആ ആൾക്കാരെ ഞാനിപ്പോ വെക്കറ്റ് ഏൽപ്പിച്ചിട്ട് ഞാൻ ചെക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും കേറി നോക്കാം. ഇതിന്റെ ആകാംക്ഷ നമസ്കാരം. സുഖല്ലേ? എന്തായാലും ഇവിടെ താമസിച്ചതല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മിനിറ്റ് കേൾക്കുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്കൊരു ഫാമിലി കപ്പിൾസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഹണിമൂൺ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രൈവസിയാണ്. കാരണം ഈ കാടിനിടയ്ക്ക് നല്ല ഒരു ഇച്ചിരി താമസിച്ച് നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. അവരോട് കഴിക്കാൻ തോന്നുന്നുണ്ട്? ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പിൾസിന് വേണ്ടിട്ട് മാത്രമാണ്. ഓക്കെ, വാ, ഇത് ആക്ച്വലി ട്രീന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓ, അടിപൊളി. ഉള്ളിൽ കയറുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഒരു കാഴ്ച നമുക്ക് കാണണം കേട്ടോ. അത് ഈ കാഴ്ച ഇതൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെയാണ്? നമ്മുടെ പ്രോപ്പർട്ടിയുടെ തന്നെയാണ്. അപ്പൊ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം, സൗകര്യമായിട്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാം. ഇവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ രാത്രി ആകുമ്പോ വല്ല പാമ്പും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഓർത്ത് പേടിക്കേ വേണ്ട. സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് ഞാൻ എടുത്തു പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഈ സർവീസിന്റെ കാര്യത്തിന് അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ശല്യം ചെയ്യാനായിട്ട് വരില്ല. എന്നാലും നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ വെളിപ്പുറത്തുനിന്ന് പറയില്ലേ, വാ കേറിക്കോ, ഞാൻ തന്നെ തുറന്നു തരാം അല്ലേ? ലൈറ്റൊക്കെ ഇടണം. വാവ്, ഇതാണ് ശരിക്കും ഹണിമൂൺ എന്ന് പറയണത്. നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ നേരത്തെ കല്യാണം കഴിച്ചു പോയി. ഇല്ല, ഇനി ആവാലോ. ആവാന്ന് പറഞ്ഞ ആളായിട്ട് തന്നെ ആവണ്ടേ? ഇനിയിപ്പോ നമ്മള് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് ആളെയും ആളുടെ വൈഫിനെ നമുക്ക് കൊണ്ടുവരാം. മോനല്ലേ? മോന്റെ. അപ്പൊ ഞാനൊരു പ്ലാനിങ്ങിലാണ് ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് അപ്പൊ ട്രാവലിങ്ങിന്റെ ബുദ്ധിമുട്ടില്ല. അവർക്ക് ഇവിടെ സൗകര്യമായിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഇനി ഈ റൂമിനെ കുറിച്ചിട്ട് ഒരു രക്ഷയില്ല. പുറത്തേക്കും ഉണ്ടല്ലേ? ആക്ച്വലി ഇത് ഒരു തത്തമ്മ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ച് വെറൈറ്റി ആണ്.
ഇരുന്ന് നോക്കട്ടെ എത്രത്തോളം സൗകര്യം ഉണ്ടെന്ന്. ഇനി കിടന്ന് ഞാൻ പിന്നെ നോക്കാം. പിന്നെ ഇവരെ ഫെസിലിറ്റീസ് വാഷ്റൂം ഒക്കെ എങ്ങനെയാ? ഇതാണ് വാഷ്റൂം. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമുക്ക് സോപ്പ് അത് ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഒന്നും കൊണ്ടുവരണ്ട. നിങ്ങള് കല്യാണം കഴിഞ്ഞവരായിരിക്കും പെണ്ണും ചെക്കനും മാത്രം ഇടാനുള്ള ഡ്രസ്സ് കൈ പിടിച്ചോളൂ കേട്ടോ. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെയാണ്. ഇനി ഇതാണ് മെയിൻ വ്യൂ. കണ്ടോ മെയിൻ വ്യൂ. ആഹാ, നമ്മൾ മെയിൻലി ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ചക്രമുടിയുടെ ഒരു ഭാഗമാണ്. ഈ ചക്രമുടി എന്ന് വെച്ചാൽ എന്താ? അതൊരു നമ്മുടെ ഐ തിങ്ക് വേൾഡിലെ ഇന്ത്യയിലെ തന്നെ എന്തോ ഒരു ഹിസ്റ്ററിയാണ്. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോണ ഒരു എന്താ പറയാ ഒരു മല അങ്ങനെ പറയില്ലേ, നമ്മളൊരു എനിക്കൊന്നും ഒരു 4 അല്ലെങ്കിൽ 5 hour ഓൾമോസ്റ്റ് നമ്മൾ ട്രക്കിങ്ങിന് അവിടെ ചെന്ന് അതിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂവിൽ ചെന്ന് കാണണം. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നില്ല. പിന്നെ നമ്മള് മൂന്നാർ വരുന്നത് ഒരു ഹണിമൂൺ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്കിപ്പോ ഒരു നമ്മൾ ടൂർ അല്ലെങ്കിൽ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അവർക്കുള്ള റൂംസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാർ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ഏത് സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അതിനും ഒരു കൺഫ്യൂഷൻ വേണ്ട. എല്ലാം ഇവരുടെ കയ്യിൽ ആ പാക്കേജോട് എല്ലാ പാക്കേജുകളും കാര്യങ്ങളും എന്താ പറയാ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ റിസപ്ഷനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ ഈ കല്യാണ ചെക്കന് പെണ്ണിനുള്ളതായി അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കേ രാത്രി എന്തുപോലെ ഇതും പിടിച്ചിട്ട് ഇരിക്കേ എന്ത് വേണേലും ആവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഒന്ന് നോക്കാം. കുരുമുളക് അല്ലേ അത്? കുരുമുളക്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുരുമുളക്, ചക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഗ്രാമ്പു വരുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ജാതിക്ക വരുന്നുണ്ട്, അതുപോലെ ഇപ്പൊ കൊടംപുളി വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ സെയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ ഒരു ഹണിമൂൺ അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡ് വൈഫിനൊക്കെ സൗകര്യമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൂമാണ്. ഇനിയും ഞാൻ റൂമുകൾ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് മോസ്റ്റ്ലി ഹണിമൂൺ കപ്പിൾസിനുള്ള കോട്ടേജസ് വേറെ ഉണ്ട്. സോ ഇത് നമ്മളൊരു ട്രീ ഹൗസ് എന്നുള്ള രീതിക്ക് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കും. ഈ ട്രീ ഹൗസ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഓരോന്നിനും ഓരോ റൂമിനും ഡിഫറെന്റ് പാക്കേജ് അല്ലേ? ഡിഫറെന്റ് പാക്കേജ്. ഈ പാക്കേജ് കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അതിന് പിന്നെ നിങ്ങൾ ഫുൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുന്ന വെച്ചാൽ അതിനുള്ളത് അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത കോട്ടേജിലേക്ക് പോവാം. ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ അല്ലെ, ഹിഡൻ ജം. ഇതാണ് ഇവരുടെ ഏറ്റവും എന്താ പറയാ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സദൻ പനോരമ ഇന്ദ്രിയ റിസോർട്ട്. ഈ ഇതില് സ്പാ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സ്പാ ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഉള്ളതാ? ഇല്ല, പാക്കേജ് നമ്മൾ സ്പെഷ്യൽ എടുക്കണം. നമുക്ക് അതിനനുസരിച്ചുള്ള ഓരോ ഇതുണ്ട്. സ്പാ എടുക്കുന്ന ഏതാണോ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആള് വന്ന് നമുക്ക് ചെയ്തു തരും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു അടിപൊളി ഒരു സംഭവം എന്ന് പറയാം. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ല. അത് കുറച്ചുകൂടി നല്ല വന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമുണ്ട്. ഞാനിപ്പോ ഈ ഒരു റൂം എടുക്കാൻ വരുമ്പോ എനിക്കുള്ള ഒരു ചോദ്യമുണ്ട്. ഇവരെല്ലാ റൂം എത്ര 43 റൂമാണ്. 43 റൂം. ഈ 43 റൂം എന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ അവിടെ. കാരണം 24 ഏക്കറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത്. ഒരാൾക്ക് എമർജൻസി വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ജീപ്പ് ഉണ്ട്. നമുക്ക് സർവീസ് എല്ലാം അവൈലബിൾ ആണ്. 24 hours റിസപ്ഷനിസ്റ്റ് അവൈലബിൾ ആണ്. സർവീസ് ഉണ്ട്. അപ്പൊ എന്ത് വന്നാലും സർവീസ് ഉണ്ട്. പേടിക്കണ്ട. വിളിപ്പുറത്ത് എത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഓരോ ഇനി വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാം സെറ്റാണ് നമ്മുടെ ചേട്ടന്മാര്. അത് നമ്മുടെ ബസ്സിന്റെ പോലെയാണ്. ഡ്രൈവർ ഉണ്ട്, അതിന്റെ കൂടെ കിളിയുണ്ട്. വീണ് പോകാണ്ടിരിക്കാൻ കിളി ഇതായിരിക്കണോ? കിളി നമ്മുടെ ബസ് പോലെയാണ്. അപ്പൊ കിളി കേറല്ലേ? തുറന്നതാ. കിളി കേറൂല. കിളി ഇവിടെ ഞാൻ നിക്കോളൂ. എങ്ങനെ ഞാൻ നിക്കാ? ഇങ്ങനെ ഞാൻ നിക്കണമെന്ന് കാണിച്ചോന്നേ. കാണിച്ചോ? ഇതുപോലെ ഞാൻ നിക്കോളോ? ഞാൻ ഇറങ്ങി, ഞാൻ കേറട്ടെ. പോട്ടെ. വാ. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇപ്പൊ ഈ 43 റൂം കാണിക്കാൻ എന്നെ കൊണ്ട് പോസിബിൾ അല്ല. പക്ഷെ അത്യാവശ്യമുള്ള കുറച്ച് സംഭവങ്ങൾ. ഇപ്പൊ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ട്രീ ഹൗസ് ഇല്ലേ, അതുപോലത്തെ ഒരു ട്രീ ഹൗസ് ആണ് ഈ കാണുന്നത്. കണ്ടോ? നമുക്ക് ടോട്ടൽ 2 ട്രീ ഹൗസ് ആണ്. ഇതും പിന്നെ നമ്മൾ നേരത്തെ കണ്ടതും ഓൾമോസ്റ്റ് സെയിം മോഡൽ തന്നെയാണ്. സെയിം മോഡൽ ഇതാണ്. അപ്പൊ ട്രീന്റെ മുകളിൽ ഒരു ഹൗസ്, അതാണ് ഇവരുടെ ഹൈലൈറ്റ്. പിന്നെ ഇവിടെ ഓരോ സംഭവം എന്ന് പറയുന്നത് ഇറക്കം കണ്ടില്ലേ? ഇറക്കം കയറ്റം വരുമ്പോ നമുക്ക് ഭയങ്കര ഒരു പേടി ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് പേടിയൊക്കെ മാറിയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ത്രില്ല് മൂവ്മെന്റ് ആണ് കേട്ടോ. ഇറക്കം നോക്കിയേ. അതിനാണ് നമ്മുടെ ഡ്രൈവർ. അതെ, ഡ്രൈവറിന്റെ ഒരു കളിയാണ്.
കയറ്റം ഇറക്കം. ഇനി നമ്മൾ പോകാൻ പോണത് എവിടേക്കാ? അടുത്ത സെക്കൻഡ് കാറ്റഗറി വരുന്നത് നമുക്ക് വുഡൻ കോട്ടേജ് ആണ് വരുന്നത്. വുഡൻ കോട്ടേജ്. ഓ, ഇതൊക്കെ നിങ്ങളുടെ തന്നെയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ജീപ്പ് ഉണ്ട് മൊത്തത്തിൽ? 2 ജീപ്പ് ഉണ്ട് ടോട്ടൽ. ഇത് നമ്മുടെ ഇവിടുത്തെ തോട്ടത്തിലെ അങ്ങനെ അല്ലാണ്ട് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് എത്ര? 2 ജീപ്പ് ഉണ്ട്. 2 ജീപ്പ് ഉണ്ട്, മാറി മാറിയപ്പോണ്. അതുപോലെ തന്നെ ബാഗൊക്കെ അതെ കൊണ്ട അവിടെ വെച്ചാ മതി. പിന്നെ എല്ലാം നമ്മുടെ ലഗേജ് ഒക്കെ നിങ്ങൾ പോകുന്നതിന്റെ പുറകെ തന്നെ നമ്മൾ റൂമിൽ എത്തിക്കും. അതെ, നമ്മള് ഒരു വണ്ടിയില് അതുപോലെ നമ്മുടെ സ്ഥലം വന്നു. വാവ്, ഇത് നോക്കിയേ, ഇതിനെന്താ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പറയുന്നത്? നമ്മള് വുഡൻ കോട്ടേജ് എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. ഇത് രണ്ടാമത്തെ അല്ല, ട്രീ ഹൗസ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ഇതിൽ ടോപ്പിൽ വരുന്ന വേറൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂംസിൽ പൂൾ വില്ല വരുന്നുണ്ട്. മൗണ്ടൻ ഡ്യൂ പൂൾ വില്ല വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ചാടി നോക്കണം, വെള്ളം തണുപ്പുണ്ടോന്ന് അറിയണ്ട. മൂന്നാറിൽ വന്നതാ. ട്രീ ഹൗസ് അത് കഴിഞ്ഞിട്ട് വരുന്ന കാറ്റഗറിയാണ് ഇത്. നമ്മുടെ പ്രീമിയം കാറ്റഗറീസിൽ പെടുന്ന കാറ്റഗറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്റൂം പോലെയല്ല, വേറെ അങ്ങനെ ബെഡ്റൂം 2 റൂംസ് ആയിട്ടാണ് വരുന്നത്. ഒരു ഭിത്തിയുടെ തന്നെ 2 റൂംസ്. ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇതിപ്പോ നമുക്ക് കൂടുതലും ഫാമിലീസ് ആണേലും ഒരു 4 പേര് 5 പേരൊക്കെ ആണെങ്കിലും നമുക്ക് ഫാമിലീസിനും കൊടുക്കാം. കപ്പിൾസിന് അത്ര പ്രൈവസി ഇല്ലെങ്കിൽ പോലും കൊടുക്കാം. പ്രൈവസി ഒക്കെ ഉണ്ട്. ആളത് വെറുതെ പറയണേ. എങ്ങനെയായാലും ആ റൂമിന്റെ ഉള്ളിൽ കയറി വേറെ ഒരാളും നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് ഇവര് വരുള്ളൂ. മുകളിലേക്കുള്ള ഒരു നോട്ടം നോക്കിയേ. ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണ് ഈ ഒരു പ്രോപ്പർട്ടിയില്. അതല്ലാണ്ട് മൂന്നാർ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവർക്കൊരു എന്താ അഡ്വഞ്ചർ പാർക്ക് വരുന്നുണ്ട്. അത് ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ട്? ഇവിടുന്ന് 500 മീറ്റർ, നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ അപ്പുറം. അവിടെയുണ്ട് കുറെ ത്രില്ലുള്ള സംഭവങ്ങൾ. പക്ഷെ അവിടേക്ക് നമുക്ക് ഡയറക്റ്റ് പോയാൽ പൈസ കൂടും. ഇവിടെ വന്നിട്ട് പോവാണെങ്കിൽ കുറെ നമുക്കതിന്റെ അവിടെ എന്തൊക്കെയുണ്ട് മെയിൻ ആയിട്ട്? അവിടെ നമുക്ക് സിപ്പ് ലൈൻ വരുന്നുണ്ട്, സൈക്ലിംഗ് വരുന്നുണ്ട്, പിന്നെ ഒരു നാച്ചുറൽ കേവ് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ വാട്ടർ തീം പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത. പക്ഷെ ഈ ഒരു ഗുഹ, നാച്ചുറൽ ഗുഹ, ഇത് നമ്മൾ ലൈഫിൽ ഒരു തവണ വന്നേ പറ്റുള്ളൂ. കണ്ട ഒരു കാഴ്ച. അത് നാച്ചുറൽ ആണ്, ഉണ്ടാക്കിയിട്ടുള്ളതല്ല, നാച്ചുറൽ. അത് ശരിക്കും പേടിയാ കൂട്ടോ. പക്ഷെ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കൊന്ന് കയറി നോക്കിയാലോ? ഇതിന്റെ താക്കോൽ, അതെ താക്കോൽ കൊണ്ടുവന്ന ആള് വന്നു. ഞാൻ മേടിച്ചോളാം. ഐശ്വര്യമായിട്ട് മേടിച്ചോളാം. ഇതെന്താണ്? റൂം നമ്പർ 404. നിങ്ങൾക്ക് അങ്ങനെ നോട്ടുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ പറഞ്ഞാൽ മതി അല്ലേ? തുറക്കാൻ നമുക്ക് ഐശ്വര്യമായിട്ട്. ഞാൻ തന്നെ ഒന്ന് കയറി, നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന മക്കളെ, എന്നാലാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ലുക്ക് കാര്യങ്ങൾ. ഇതൊരു പ്രീമിയം ആണ് അല്ലേ? വരൂ, ലൈറ്റൊക്കെ ഇടണം. എന്നാ ഇത് വെക്കൂ. സെറ്റല്ലേ? ലൈറ്റ് മേഡം കയറിക്കോ. കണ്ണാടിയിൽ നോക്കണമെങ്കിൽ നോക്കാം. നോക്കി. യെസ്, നല്ല സുന്ദരി അല്ലേ? വാ വാ വാ. എന്തായാലും അവിടെ ഒന്നല്ല നമുക്ക് നോട്ടം. എന്ന് പറയുമ്പോൾ ഈ ഒരു റൂമിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ മറ്റേ ട്യൂബ് ലൈറ്റ് പോലെ ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ. അതാണ് ഈ ഒരു എസ്തെറ്റിക് എന്നൊക്കെ പറയണ പോലെ. യെസ്, അതാണ് ഈ ഒരു റൂമിന്റെ പ്രത്യേകത. ഈ ഒരു റൂം തന്നെ ഒരുവിധം എല്ലാവരുടെ ഇന്റീരിയർ എടുത്ത് പറയണം. ഇതിപ്പോ വുഡിന്റെ ഫുൾ ഓവറോൾ വോളും പിന്നെ അതുപോലെ സീലിങ്ങും എല്ലാം ചെയ്ത്. പക്ഷെ ബാക്കിയുള്ള റൂംസ് ഒക്കെ അല്ലേ, അത് സീലിംഗ് ഫുൾ വുഡിന്റെ തന്നെ. നമുക്ക് റെസ്റ്റോറന്റിലെ സീലിംഗും എല്ലാം വരുന്നത് വുഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇവരെ ഒരുവിധം നമുക്ക് എന്താ പറയാ, ഒരു റിലാക്സ് ആ ഒരു സംഭവം. അല്ലെങ്കിൽ ഞാൻ പറയാ ട്രിപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് റിലാക്സ് മൊമെന്റ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇനിയാണ് ഇവരുടെ ബാൽക്കണി. എൻ്റെ പൊന്നെ, രാവിലെ 6 മണിക്ക് ഇവിടെ വന്ന് നിൽക്കണം. അപ്പൊ കാണാം നമുക്ക് കൂടമഞ്ഞ്. പാട്ട് പാടാൻ അറിയില്ല. അറിയോ പാട്ട് പാടാൻ? ഇല്ല, ചെറുതായിട്ടൊരു മുള്ളില് ആ പാട്ട് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ രണ്ടാളും ഗായികയായി പോയി, വലിയ ഗായികയായി പോയി. ഈ വ്യൂ നിങ്ങൾ നോക്കട്ടെ. സത്യം പറയാലോ, ഒരു 5:30-6 മണി നേരത്ത് വിത്ത് കപ്പ് ഓഫ് ടീ. ഓ സൂപ്പർ സൂപ്പർ. നന്നായി ഉണ്ടാവും കോടമഞ്ഞൊക്കെ. ഇപ്പൊ ഈ ടൈം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു 2 മണി 3 മണി സമയമാണ്. അപ്പോഴും വലിയ കുഴപ്പമില്ല, വെയിലും ഇല്ല. എന്നാ ഈ രാവിലത്തെ നേരത്തൊക്കെ എങ്ങനെയാ? നല്ല മഞ്ഞായിരിക്കും. ശരിക്കും നന്നായിട്ട് മൂടിയിട്ടുണ്ടാവും. പിന്നെ അതങ്ങനെ പതുക്കെ 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 നമ്മുടെ എന്താ പറയുക, ഇവിടുന്ന് കാണുന്ന വ്യൂസ് എന്ന് പറയുന്നത് അവിടേക്കൊക്കെ നല്ല മഞ്ഞായിരിക്കും. ഇപ്പൊ ഈ ഒരു ടൈം എന്ന് പറഞ്ഞില്ലേ, ഈ 2 മണി 3 മണി ടൈം എന്ന് പറഞ്ഞില്ലേ, അപ്പോഴും ചെറുതായിട്ട് ഒരു തണുത്ത കാറ്റ്. രാവിലത്തെ നേരത്തെ പിന്നെ പറയേ വേണ്ട. കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഇതാ ഇതുപോലെ അല്ലേ, ഇങ്ങനെ നിൽക്കാൻ കെട്ടി പിടിച്ച് നിൽക്കാം. ബാക്കിയുള്ളതൊക്കെ ഉള്ളില്. ഓക്കെ, ഇവര് വാഷ്റൂം ഇതൊന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയാന്നുള്ളത്. എന്തായാലും അതൊരു പ്രീമിയം ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തില്. ഇനി അടുത്തൊരു റൂം നമ്മളെന്താ പറയാ,
ഇത് ആക്ച്വലി ഒരു അഡ്വർടൈസോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങൾക്ക് എന്തോ എത്തിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ കാണാത്ത കുറെ കാഴ്ചയുണ്ട്. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ഹോട്ടൽ റൂംസ് അല്ലെങ്കിൽ 5 സ്റ്റാർസ് ഒക്കെ എന്ന് പറയുമ്പോൾ അടുത്തുള്ള റൂംസ് ആയിരിക്കും. അടുത്തുള്ള റൂംസ് എന്ന് പറയുമ്പോൾ സിറ്റി ഒരു ബിൽഡിങ്ങിൽ ഒരു ഒറ്റ ഇതായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത പറയുമ്പോ ഒരു റൂം ഇവിടെ, ഒരു റൂം അവിടെ, അടുത്ത റൂം ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഇവിടുന്ന് കാണില്ല, നമുക്ക് കുറച്ച് താഴത്തോട്ട് പോകണം. അപ്പൊ അത്രയും പ്രൈവസി കൊടുക്കുന്നുണ്ട് ഓരോരോ റൂം. മൊത്തത്തിൽ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന റൂംസുകളാണ് ഇപ്പൊ നമ്മള് ഹൗസും ഈ പറയുന്ന നമ്മുടെ വുഡൻ കോട്ടേജ്. ഓക്കെ. അപ്പൊ ഈ 43 റൂമുള്ളൂ. അതെ, നമുക്ക് 43 റൂം. ഓക്കെ, വാ. അങ്ങനെ നമ്മൾ അടുത്തേക്ക് പോവല്ലേ? അടുത്തേക്ക് ഡ്രൈവർ ചേട്ടൻ നടന്ന ശീലമില്ല, ഫുൾ വണ്ടിയിൽ നടന്നിട്ടുള്ള ശീലമുള്ളൂ, ഓടിച്ചിട്ടുള്ള ശീലമുള്ളൂ. എനിക്കൊരു സംശയം, എന്തോ ഒരു ചക്രമുടി, അങ്ങനെ ചക്രമുടി, ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടാ? ചക്രമുടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മലയാണ്. ആനമുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചക്രമുടിയാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ ആണ്. അതാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പൊ കാണാനായിട്ടും വരാം. അതിന് പൈസ ചെലവില്ല അല്ലെ? കാണാൻ പൈസ ചെലവില്ലല്ലോ? അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് കാണാൻ പൈസ ചെലവില്ല. നിങ്ങൾ റൂം എടുത്തു കഴിഞ്ഞാൽ റൂമിൽ ഇരുന്നിട്ട് സുഖമായിട്ട് ഇരുന്ന് കാണാം. എന്താ സംഭവം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ്. ഓക്കെ, അടുത്ത റൂമില്ലേ? ചേട്ടാ ഇപ്പൊ പോവല്ലേ? ഡ്രൈവർ ചേട്ടാ പോവല്ലേ? അങ്ങനെ നമ്മള് ഇതാ അടുത്ത റൂമിലേക്ക് പോവായി. വാ വാ വാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അത് നടക്കൂല. വാ എന്റെ പൊന്നെ, എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. താമസം പോട്ടെ, എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇതൊക്കെ അതിൽ പെടുന്നതാ? ഇതൊക്കെ നമ്മുടെ കോട്ടേജസിൽ പെടുന്ന മൗണ്ടൻ വ്യൂ കോട്ടേജ്. ഓ, പൊളിച്ചു. അടിപൊളി. ഈശോ, ഇത് മൂന്നാർ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പൂ കാണാം. ഞാന് 150 രൂപ കൊടുത്ത് മേടിച്ചു. ഇത് ഇവിടെ നോക്കിയാ ഇത് തണുപ്പാണ് കൂടുതൽ വേണ്ടത്. ഇതിന്റെയും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പുറത്ത് വരുമ്പോ കാണുമ്പോ. ഇനി ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് ഈ പറയുന്ന ഈ കാണുന്നത് നമുക്ക് മൗണ്ടൻ വ്യൂ പൂൾ വില്ല പറയാം. നമുക്ക് ഏറ്റവും പ്രീമിയം കാറ്റഗറി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പൂളുണ്ട്. വാ ചാടാ, വേമാ കേറ്. അപ്പൊ ഈ അടിയിലും മുകളിലായിട്ടാണോ? നമുക്ക് ഹണിമൂൺ കോട്ടേജസ് വരുന്നത്. ഇതില് പൂളുണ്ടാവില്ല? ഇതിലില്ല, മുകളിൽ മാത്രം പൂളുള്ളൂ. എല്ലാം സെപ്പറേറ്റ് റൂമാ. എല്ലാം അടിയിലേക്ക് വേറെ കാറ്റഗറിയാണ്. ഇതിന്റെ താഴെ വരുന്നതെല്ലാം ഹണിമൂൺ കോട്ടേജസ് ആണ്. ഓ, അങ്ങനെ എവിടെ നോക്കിയാലും ഉണ്ടെന്നല്ലേ? ഈ കാണുന്നത് ഒരു പൂൾ വില്ലയാണ്, ഇത് ഒരു പൂൾ വില്ലയാണ്. ഓക്കെ, 2 പൂൾ, 2 പൂൾ വില്ലയാണ്. ഓക്കെ. അപ്പൊ താക്കോല് തരൂ, ഞാൻ തുറക്കട്ടെ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഏത് റൂമിലാണ് ഞാൻ കയറേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. തുറന്നു കിടക്കണ്ടല്ലേ? വരൂ. ഓ, ഒരു പ്രീമിയം തന്നെ അല്ലേ? അതെ. ലൈറ്റ് ഇടൂ. ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലും ഉണ്ട് അല്ലേ? ഇനി ഇതിന്റെ പൂളാണ് എനിക്ക് തപ്പേണ്ടത്. പൂള് നമുക്ക് തപ്പാം. ആദ്യം നമുക്ക് റൂം നോക്കാം. ഞാൻ പറഞ്ഞ പോലെ അതെ, 2 സ്വാൻ നിൽക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു അല്ലേ? സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തില്. ഇതിന് ഓരോത്തിൻ്റെയും റൂമിൻ്റെ റേറ്റ് അറിയണമെന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ചു. കാരണം ഈ കാണിക്കുന്ന റൂംസ് എല്ലാതും ഡിഫറെൻറ്റ് റേറ്റ് ആണ്, ഡിഫറെൻറ്റ് പാക്കേജിലാണ് അല്ലേ? അതെ, എല്ലാം ഡിഫറെൻറ്റ് പാക്കേജിൽ വരുന്നത്. ഒന്നിൽ ബേസിക് കാറ്റഗറി തൊട്ടിട്ട് ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂംസ് ആണ് ഇതിൽ മെയിൻ നമ്മുടെ പൂൾ വില്ല എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ. പൂളൊക്കെ ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഞാൻ ഓപ്പൺ വ്യൂ ഒന്ന് കാണിക്കട്ടെ, ബാൽക്കണി. അത് കഴിഞ്ഞ് പൂൾ കാണാൻ എനിക്കൊരു ആകാംക്ഷയാണ്. പക്ഷെ നമുക്കൊരു ഓപ്പൺ വ്യൂ ഒന്ന് നോക്കാം. സാധാരണ ഒരു മിനിറ്റ്. അതെ, ഞാനും കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ഇങ്ങനെ തുറക്കണുണ്ട്. യെസ്, കണ്ടു മക്കളെ, തുറന്നു മക്കളെ. ഓക്കെ, തുറന്നില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഞാനും കാണുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് അല്ലേ? ഇവിടുത്തെ വ്യൂ മോശമൊന്നല്ല കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും വ്യൂ ഉള്ള റൂം. ഏറ്റവും ഓ മൈ ഗോഡ്, കാണണം അവിടെ ആ ഒരു വ്യൂ. ശരിക്കും പറഞ്ഞാൽ രാവിലെ വരണം. അതെ, ഇതാണ് ശരിക്കുള്ള ഇവരുടെ എൻട്രൻസ് കേട്ടോ. ഇതിൽ കൂടെ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. വണ്ടി ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ പുറത്തും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ആ ഒരു സൂപ്പർ ട്ടോ, ഒരു രക്ഷയില്ല.
ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ആ ഒരു ബിസി ലൈഫിൽ നിന്നും ഒരു റിലാക്സ് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി റിലാക്സ് ആവും. നമ്മളെടുത്ത് ഒത്തിരി ഗസ്റ്റ് ഇപ്പം പറയുന്ന നോർത്ത് നിന്ന് വരുന്ന ഈ പറയുന്ന ബിസി ടൗണുകളിൽ നിന്നൊക്കെ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആയി, അവരുടെ ഒരു ദിവസം മൊത്തം എന്താ അത്രയും റിലാക്സ് ആയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊടപ്പുളി ബേ ലീഫ് ഉണ്ട്, നമുക്ക് ഗ്രാമ്പു ഉണ്ട്, പിന്നെ ജാതിക്ക വരുന്നുണ്ട്, കുരുമുളക്. ഇത് ചോദിച്ചാൽ കുറച്ചൊക്കെ അങ്ങനെ തരും, പക്ഷെ കാശിനാണ്. അതാണ്. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നിട്ടുള്ള പൂള്, കോമൺ പൂള് ഉണ്ട്, പക്ഷെ അത് കൂടാണ്ട് നമുക്ക് സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ പൂളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ, എന്താണ് പൂളിൻ്റെ അവസ്ഥ. വാ, ഇതാണ് നമ്മൾ പറഞ്ഞ അല്ലേ, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞാൻ സാരിയായി പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ചാടിയല്ല, സാരി ആയോന്ന് എന്താ കുഴപ്പം അല്ലേ. വരൂ, കയറി നോക്ക്, പാടാ കുട്ടാ. ഇതെങ്ങനെയാ ഹൈജീൻ്റെ കാര്യം പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ എന്തായാലും അത് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സാരി കൊടുത്തിട്ട് പൂളിലിറങ്ങിയ എങ്ങനെ ഇരിക്കും. അയ്യോ, ഞാൻ പെട്ടെന്ന് പേടിച്ചോട്ടാ, എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ വെള്ളം സൂപ്പർ. ഇതിപ്പോ ഞാൻ ആക്കിയോണ്ട് വീണ്ടും ക്ലീൻ ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും. ഓക്കെ, നമ്മൾ ഡെയിലി ബേസിസിൽ ക്ലീൻ ചെയ്യുന്ന പോകുന്നതാണ്. അതല്ലേ, പൂള് കാര്യങ്ങളൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നത്. വെള്ളത്തിൽ കളിക്കുന്നത് ഇങ്ങോട്ട് വന്നോ. ഇതൊരു പ്രൈവറ്റ് ആണ്, അല്ലാത്ത കോമൺ ഉണ്ട്. അത് കൂടാണ്ട് ഇവർക്ക് അഡ്വഞ്ചറിൽ അവിടെയും ഉണ്ട് ഇത് വാട്ടർ ഡാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, പൂള് വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഒക്കെ വരാൻ താല്പര്യമുള്ള ഒരു ഡ്രസ്സൊക്കെ കരുതി വന്നോളൂ. ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടൂല അല്ലേ? ഇല്ല. ഇതാണ് ഇവരുടെ പ്രൈവറ്റ് പൂൾ. വാഷ്റൂം പിന്നെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടികൾക്കും അലൗഡ് ആണോ? കുട്ടികൾക്ക് ഇത് കുറച്ചൊരു ഇതായിട്ടുള്ള ഇതാണ്, ഡീപ്പ് ഉണ്ട് അല്ലേ? ഡീപ്പായിട്ടുള്ള. മീൻസ് റൂമിൽ അലൗഡ് ആണോ? റൂമിൽ അലൗഡ് ആണ്. അത് നമുക്കൊരു ഡൗട്ടാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഫാമിലിക്ക് എടുക്കാം, കപ്പിൾസിന് എടുക്കാം. അങ്ങനെ വാഷ്റൂമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവരെ വാഷ്റൂമൊക്കെ അടിപൊളിയാണ്. അതുപോലെ മിറർ ഉണ്ട്, സൂപ്പർ. എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് റൂമിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇവരുടെ സർവീസസ് മീൻസ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസോർട്ട് എന്നൊക്കെ പറയാം, ഇവിടെ ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല. യൂസ് ആക്കി അതിന് പ്രശ്നമാവുമല്ലോ. ഇപ്പം ഇപ്പുറത്തിരിക്കാം, നമുക്ക് കുറച്ച് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് ഒന്നുകൂടി സുന്ദരി ആവണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു ബിൽഡിങ്ങിൽ എന്ന് പറയുമ്പോൾ 4-5 ഫ്ലോറിൽ അടുത്തടുത്ത് റൂം എന്നൊക്കെ പറയുമ്പോൾ സർവീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, റൂം ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ അതൊക്കെ ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിന്റെയും മാനേജർ, ഞങ്ങളുടെ ഹോൾ ടീം അത്രയും ഫാമിലി ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ അത്രയും സപ്പോർട്ടീവാണ് എല്ലാവരും. അത് ആള് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാനാ പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, ഇവരുടെ ഒരു സർവീസ്, ഇവരുടെ ശരിക്കും ഹോംലി ഫീലിംഗ് ആണ്. ഞാനിപ്പോൾ കണ്ടിട്ട് കുറച്ച് നേരമായെങ്കിലും, ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ആളെ കണ്ടു പരിചയപ്പെട്ടു, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഓർമ്മകൾ മറക്കുന്നില്ല. നമ്മൾ വീണ്ടും വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അനിയത്തിക്കുട്ടി അങ്ങനെ ഒരു ഫീലിംഗ്. അതിപ്പോൾ ആള് മാത്രമല്ല കേട്ടാ, നമുക്ക് ബാക്കിയുള്ള ആരായാലും ഇപ്പൊ റിസപ്ഷനിൽ നിൽക്കുന്ന കുട്ടിയായാലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണോടത്തായാലും എല്ലായിടത്തും ഇപ്പൊ ഡ്രൈവർ ചേട്ടനൊക്കെ പറയുമ്പോൾ നമുക്ക് ചങ്ക് പോലെയാണ്. അങ്ങനെ ഇനി ഫുഡിന്റെ കാര്യം നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഫുഡിന്റെ കാര്യം എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അത് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ? നമുക്ക് പാക്കേജിൽ വരുന്നത് ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമ്മൾ വരുന്നത്. പിന്നെ ലഞ്ചും നമ്മുടെ മീൽ പ്ലാനിൽ ലഞ്ചും ഡിന്നറും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് പേയ്മെന്റ് വരുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇപ്പം ഒരു റേറ്റിൽ എടുക്കുവാണെങ്കിൽ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ ലഞ്ചും ഡിന്നറും അതും ഇവിടെ തന്നെയാണ് പ്രിപ്പയർ കാര്യങ്ങളൊക്കെ. അതിനും എന്താ പറയാ, പുറത്തൊന്നല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ ഹോംലി ഫുഡ് എന്നൊക്കെ രീതിയിൽ നമുക്ക് പറഞ്ഞാൽ മതി. ആ സാധനങ്ങളൊക്കെ നമ്മളെല്ലാം സെറ്റാണ്. നമുക്കൊരു മെനു ഉണ്ട്. അതുപോലെ നമ്മൾ ഗസ്റ്റിന്റെ പ്രിഫറൻസും വെച്ചിട്ട് തന്നെ നമ്മളെല്ലാം. ഇത് ചെയ്യാനറിയോ? അത് ചെയ്യാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ചെറുതായിട്ടൊക്കെ. ഇതിനൊക്കെ വേറെ സെപ്പറേറ്റ് എല്ലാത്തിനും. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോവാൻ. അടുത്ത റൂമിലേക്ക് ഒന്ന് പോവാൻ. എന്തായാലും ഇവിടുത്തെ ഒരു ഇത് പ്രീമിയം അല്ലേ? ഇത് പ്രീമിയം. ഇത് ഈ റൂം നമ്പർ എത്ര വരുന്നത്? ഇത് 104. ഇതാണ് നമ്പർ വെച്ചിട്ട് ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെ പാക്കേജ് പറയുമ്പോൾ ഞാൻ ഈ റൂമിലെ ലുക്ക് കാണിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് മാത്രം. ഓക്കെ, പോവാം. നമ്മുടെ അടുത്ത റൂം എത്തി. ഈ റൂമിന് എന്താ ഇത് എന്റെ പേര് ഇടാത്തേന്ന്? മേപ്പിൾ ബെറി.
ഷെൽമി റൂം ഇത് എടുത്ത് പറയേണ്ട റീസൺ വെച്ചാൽ ഇവിടെ ഓരോ റൂമിലും ഓരോ കോട്ടേജിനും ഓരോ പേര് വരുന്നുണ്ട്. അപ്പൊ ഓരോരോ റൂമിന്റെ പേര് പറഞ്ഞു, ഓരോരോ കോട്ടേജിന്റെ മൾബറി വരുന്നുണ്ട്, മേപ്പിൾ ബെറി വരുന്നുണ്ട്, പിന്നെ ആപ്പിൾ ബെറി വരുന്നുണ്ട്, ഫിഗ് ബെറി വരുന്നുണ്ട്, ഗോൾഡൻ ബെറി വരുന്നുണ്ട്. ഒക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് എല്ലാം ഒരു ബെറി. എല്ലാവരും ആ ഒരു പേരിലുള്ള ഇതാണോ റൂമാണ് ഇത്. നമ്മുടെ ഹണിമൂൺ കാറ്റഗറി ആണ്. നമുക്ക് 2 ഹണിമൂൺ കോട്ടേജ് ആണ് വരുന്നത്. അതിലൊന്ന്, പിന്നെ ഇതിന്റെ താഴെ വേറെ റൂം. ഇത് കാണാം. പക്ഷെ അതിനേക്കാൾ മുന്നേ എനിക്ക് ഈ സൈഡ് വ്യൂ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഈ കുറച്ച് അടിയിലേക്ക് അങ്ങോട്ട് പോവാ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് കൂട്ടത്തിൽ ഒരാളും കൂടി ചാടിക്കുന്നത്. എങ്ങനെയുണ്ട്? നമുക്ക് ഇവിടെയും നിങ്ങൾക്ക് റൂംസ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാ ഇപ്പൊ ഈ കാണുന്ന ഇതും ഈ റൂമുമാണ്. ഈ അടിയിലൊരു റൂം ഉണ്ടോ വേറെ? ഇവിടെ ഒരു റൂം ഉണ്ട് അല്ലേ? ഇത് രണ്ടുമാണ് ഹണിമൂൺ കോട്ടേജ് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ തൊട്ടടുത്തൊരു റൂം നമുക്ക് കാണാം. അതൊക്കെ കോട്ടേജസ്, നമ്മുടെ മൗണ്ടൻ വ്യൂ കോട്ടേജസ് ആണ് വരുന്നത് അല്ലേ? അതിനകത്താകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഹട്ട് വരുന്നുണ്ട്. അതുപോലെ അത് ഒരു കോട്ടേജിൽ 2 റൂമാണ്. ഒരു മെയിൻ ആയിട്ട് ഒരു ഡൈനിങ് ഏരിയ, നമുക്ക് അതിൽ തന്നെ 2 റൂംസ്. അപ്പൊ ഫാമിലിക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂമാണ് അത്. നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പിൾസ് ഹണിമൂൺ കാറ്റഗറി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മളിപ്പോ കപ്പിൾസ് ഹണിമൂൺ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു, ഈ ബാച്ചിലർക്കാർക്കൊക്കെ നിങ്ങൾ കൊടുക്കും? ഓഫ് കോഴ്സ് കൊടുക്കും. നമുക്ക് ഏത് റൂം വേണേലും ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മെയിൻലി പറഞ്ഞാൽ കുറച്ച് പ്രൈവസി വരുന്നത് ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹണിമൂൺ കാറ്റഗറി. ഇപ്പൊ ഹണിമൂൺ കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സിന് താമസിക്കാം. ബാച്ചിലേഴ്സിന്റെ റൂം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ കാണാനും. അവർക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ പൂളൊക്കെ വരുന്നുണ്ട് കോമൺ ആയിട്ട്. അപ്പൊ അവർക്ക് അതൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പോകാൻ പോണ റൂം ഹണിമൂൺ കോട്ടേജ്. ഇതിന് പേര് മേപ്പിൾ ബെറി. പേര് നോട്ട് ചെയ്ത് വെച്ചോ, മേപ്പിൾ ബെറി. ഒക്കെ ഇത് വെച്ചിട്ടാണ്, പേരുകൾ വെച്ചിട്ടാണ്, ഓരോ പേരുകളാണ്. അതെ. 101 റൂമിന്റെ നമ്പർ. റൂം നമ്പർ നോട്ട് ചെയ്തോ. റൂം നമ്പർ നോട്ട് ചെയ്തോ 101. ഓ ഇതെന്താ വീടാ? ഇട്ടു ലൈറ്റ് ഇടൂ ഫസ്റ്റ്. ഓ എൻ്റെ പൊന്നോ, ഇതൊന്നല്ല. ഇങ്ങോട്ട് വാ, ക്യാമ്പ് ഫയർ സെറ്റ് ആക്കാം നമ്മള് പൊതുവെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്യും അല്ലേ? ഇതിനകത്ത് നമ്മൾ ചെയ്യാറില്ല. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചേക്കണം. ഓക്കെ. പക്ഷെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നത്. എനിക്ക് ഭയങ്കര ഉള്ളുകൊണ്ട് സന്തോഷം ഫീൽ ചെയ്തു. പിന്നെ ഇതൊരു ഡൈനിങ് ഏരിയ. പിന്നെ വരുന്നത് മെയിൻ ബെഡ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ്. എന്ത് പറയാൻ, 100/100. സാധാരണ 10/10 എന്നാ പറയാ, ഞാനിപ്പോൾ 100/100 എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ സാധാരണ ആസ് യൂഷ്വൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വരുന്നത് ടീ ബാഗ് വരുന്നുണ്ട്, കോഫി പൗഡർ വരുന്നുണ്ട്, മിൽക്ക് പൗഡർ, പിന്നെ ഷുഗർ, പിന്നെ വെള്ളം ഉണ്ടാവും, കെറ്റിലുണ്ട്. നമുക്ക് ടീ കോഫി എന്ത് വേണേലും അത് ഏത് സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതേപോലെ അറേഞ്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 2 കുത്തിമറിയിൽ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ കാണാനൊരു ഭംഗിയല്ലേ ഇതൊക്കെ, കാണാൻ ഒരു വ്യൂ. പിന്നെ ഈ പൂവിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇത് എവിടെ നോക്കിയാലും ഉണ്ട് കേട്ടോ. പക്ഷെ അതിനും ഉണ്ട് ഒരു പ്രത്യേകത. നമ്മുടെ റിസോർട്ടിന്റെ മെയിൻ സിഗ്നേച്ചർ ഈ ഒരു പൂവാണ്. എവിടെ നോക്കിയാലും ഈ പൂവുണ്ട്. പൂളിന്റെ ഭാഗത്തുണ്ട്, നമ്മൾ മെയിൻ എൻട്രൻസ് റിസപ്ഷന്റെ ഫ്രണ്ടിലുണ്ട്. നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. നല്ല വയലറ്റ്, നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് നമ്മുടെ സിറ്റിയിലൊക്കെ കൊണ്ടുവച്ചാൽ ചിലപ്പോ ഇവിടെ ഒരു തണുപ്പ് ഏരിയ ആണ്. ശരിക്കും ഒത്തിരിയും ചൂടും എന്നാ ചൂടും അല്ല, എന്നാ ഒരു ബാലൻസ്ഡ് ക്ലൈമറ്റാ ഇവിടെ. എത്ര ചൂടാണേലും വൈകിട്ട് ആകുമ്പത്തേനും ഒരു തണുത്ത കാറ്റും ഒരു തണുപ്പൊക്കെയാണ് ഇവിടെ. ജാക്കറ്റ് എടുത്ത് വരാൻ മറക്കരുത് കേട്ടോ. അത് ഇവിടെ നിന്ന് കിട്ടൂല, പ്രത്യേകം പറയാം. നിങ്ങൾ ടവലൊക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ജാക്കറ്റ് ഒന്നും കിട്ടൂല. ഇനി നമ്മുടെ ബാൽക്കണി വ്യൂ, ഓഫ് അത് തന്നെ സെയിം നമ്മുടെ നേരത്തെ. ഇത് ശരിക്കും ഒറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പൂൾ വില്ല ആ ബിൽഡിങ്ങിന് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഹണിമൂൺ കോട്ടേജ്. പക്ഷെ വേറൊരു പ്രത്യേകത, കുറച്ചുകൂടി മോളിക്കൂടെ കണ്ടാൽ കുറച്ചുകൂടി നന്നായി കാണാന്ന് പറയില്ലേ? നമുക്ക് ഇങ്ങനെ ഒരു ചൊല്ലില്ലേ, കുറച്ചുകൂടി മോളിൽ കൂടെ കൂടുതൽ ചാടാന്ന് പറയില്ലേ? അതേപോലെ തന്നെ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് മേലെ. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ തേയിലത്തോട്ടം അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ മൂന്നാർ അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ ട്രിപ്പിന് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഏതൊരു ഫാമിലി ആയാലും ചൂസ് ചെയ്യുന്നത് മൂന്നാർ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ അടുത്തുള്ള സ്പേസുകളൊക്കെ എങ്ങനെയാ നിങ്ങൾ നമ്മളെ കൊണ്ടുപോവാ ചെയ്യുക? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീപ്പ് സഫാരി ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതൊക്കെ സെപ്പറേറ്റ് പേയ്മെന്റ് തന്നെയാണ്. നമ്മൾക്ക് പാക്കേജിൽ ഇത് വരുന്നില്ല.
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ജീപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പൊ കൊടുക്കുക. എല്ലാം ഫെസിലിറ്റി നിങ്ങൾ ചെയ്തു തരും. ഞാൻ അതാണ് എടുത്ത് ചോദിച്ചത്. കാരണം എല്ലാതും അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ നമുക്ക് അവര് ചെയ്തു തരും. എന്താന്നുള്ളത് എല്ലാവരും ഇപ്പൊ പറഞ്ഞാൽ പാക്കേജ് ഒക്കെ എടുത്ത് വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ അവര് തന്നെ ഡ്രൈവേഴ്സ് ആണ് അവരെ സൈറ്റ് സീയിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുക. ഓക്കെ. പിന്നെ നമുക്ക് വണ്ടി എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നാണ്. പക്ഷേ എനിക്ക് പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. എനിക്ക് മൂന്നാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഇങ്ങനെ കണ്ടാസ്വദിക്കാൻ തോന്നുന്നില്ല. ആ ഒരു ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് ചില്ലടിച്ച്. ഇപ്പോഴും സമയം എത്ര 3 മണി അവിടെ ആയിട്ടും ഒരു വെയില് പോലും ഇല്ല. 4 മണിയായാ ഒരു വെയില് പോലും ഇല്ല. നോക്ക്, അതാണ് അന്തരീക്ഷം. സൂപ്പർ. പോവാ നമുക്ക്. ഈ പ്രാവശ്യം നടക്കാന്ന് വെച്ചു വണ്ടി അങ്ങോട്ട് പിന്നിയിൽ അങ്ങോട്ട് വരട്ടെ. ആന ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരില്ലേ, അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാണ്. വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഈ നടക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ കാണാൻ തന്നെയാണ്. ഇനി ഒന്ന് തിരിഞ്ഞു നോക്കിയ വ്യൂ. അവിടെ നിൽക്കൂ. ഇനി വണ്ടിയൊക്കെ കണ്ടില്ലേ? ഒരു മിനിറ്റ്, വണ്ടിമേൻ അവിടെ വെയിറ്റ്. വാ, നമുക്കേ ഈ ഒരു വ്യൂ ഇങ്ങനെ നടന്ന് കണ്ടാൽ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ചൊക്കെ നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില്, അല്ലേ? അത് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമുക്ക്. ഇവിടെയാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മൾ ഊഞ്ഞാല് വരുന്നുണ്ട്, സീസോ പോലെ വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോറടി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ എവിടുന്നാണോ നടക്കാം? നമുക്ക് ഇറങ്ങി നേരെ താഴത്തേക്ക് അല്ലേ? ഇതൊക്കെ നമ്മുടെ കോട്ടേജസ് ആണ് കേട്ടോ, മൗണ്ടൻ വ്യൂ കോട്ടേജസ് ആണ് വരുന്നത്. ഈ കാണുന്നതൊക്കെ അല്ലേ? ഈ കാണുന്നതൊക്കെ. പിന്നെ ഇറക്കെന്ന് പറയുമ്പോ ചില്ലറ ഇറക്കൊന്നുമല്ല. നോക്കിയാ നിങ്ങള് ഈ ഇറക്കത്തെ കൂടെയാണ് ഈ ജീപ്പ് ഡെയിലി ഇങ്ങനെ വന്നും പോയി നിക്കണേ. ചിൽഡ്രൻസ് പാർക്ക് ആണ് അതെ ചിൽഡ്രൻസ് പാർക്ക്. അപ്പൊ ഒന്ന് പതുക്കനെ ഒന്ന് ഞാൻ ഇറങ്ങാല്ലേ? ഒന്ന് ഞാൻ ഇറങ്ങണം. എന്തായാലും എന്താ പറയാ, ആ ഒരു 3 ഗ്യാപ്പില് ഈ ഒരു ജീപ്പ് ഡെയിലി ഇങ്ങനെ ഓടിച്ചു പോവാ. അതും നല്ല കണ്ണിങ്ങോട് കൂടിയിട്ട് പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമില്ല. അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. നമ്മുടെ വണ്ടി ഇവിടെ കയറ്റൂല. നമ്മുടെ വണ്ടി കയറില്ല എന്നല്ല, കയറ്റൂല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടയറിന്റെ ഗ്രിപ്പ് അങ്ങനത്തെ സംഭവമൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതെന്തായാലും നടക്കുന്ന കേസല്ല. എനിക്ക് വ്യൂ കാണിച്ചു തരാനാണ് മെയിനായിട്ട് ഇഷ്ടം. അടിപൊളി. ഇങ്ങനെ ഞാനിപ്പോ ചെറിയ കുട്ടിയായോ എന്നൊരു സംശയം ഇതൊക്കെ കണ്ടിട്ട്. ഓ വാ ഇവിടെയാണ് ഇപ്പൊ തന്നെ തീ കത്തിച്ചു തുടങ്ങിയല്ലോ. ഇത് സാധാരണ ക്യാമ്പ് ഫയർ ഇടുന്നത് അവിടെയാണ്. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ പൂള് വരുന്നത് അല്ലേ? പൂള്. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഡാൻസ് ആവശ്യത്തിന് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷെ ഇത് പറ്റൂല. ഇല്ല, അത് പബ്ലിക് ഏരിയയില് നമുക്ക് ലിക്കർ അവൈലബിൾ. പബ്ലിക് ഏരിയയിൽ അത് പറ്റൂല. നിങ്ങളുടെ റൂമിൽ വെച്ചിട്ട് എന്തും ആയിക്കോട്ടെ, പക്ഷെ പൊതു സ്ഥലത്ത് നിങ്ങൾക്ക് അത് പാടൂല, പറ്റൂല. അത് നിർബന്ധമാണ്. റിസോർട്ടിലും ബാർ ഫെസിലിറ്റി ഇല്ല നമുക്ക്. സോ നമുക്ക് റൂമിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാന്ന് പറയണത്, അല്ലാണ്ട് പുറമെ ഒരാളെ കാണിച്ചോണ്ട് ഇത് ചെയ്യരുത് കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയുന്നു. പിന്നെ നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ടി ഇത് എങ്ങനെ പാക്കേജിൽ പെടുന്നതാണ്? നമുക്ക് പാക്കേജിൽ പെടുന്നത് എല്ലാവർക്കും നമ്മൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വൈകിട്ട് നമ്മൾ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2 കൂടെ ഇട്, തീ അങ്ങോട്ട് കത്തട്ടെ. ഇപ്പോഴോ ഈ സമയത്താണോ കത്തിക്കേണ്ട സമയം? ശരിക്കും രാത്രിക്ക് വേണ്ടി ഇവര് സെറ്റ് ചെയ്ത് വെക്കാം. ചൂടായി കഴിഞ്ഞാൽ രാത്രി ഒന്നുകൂടി നന്നായിട്ട്. ഞങ്ങളുടെ സ്വന്തം കാളിമുത്തണ്ണൻ ഈ ഗാർഡൻ ഒക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കും ഒരു എന്താ പറയാ ബിഗ് ഹാൻഡ്സ് ഓഫ്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 24 ഏക്കറിൽ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല. ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മുക്കും മൂലയും അറിയുന്ന ഒരാള് അണ്ണനാണ്. അണ്ണാ ഒരു ഹായ്. അപ്പൊ എന്തായാലും ഒരു തീ കത്തിയതല്ലേ, ഒരു ഡാൻസ് സ്റ്റെപ്പ് കളിച്ചിട്ട് പോവാല്ലേ? ക്യാമ്പ് ഫയർ ആണല്ലോ. അപ്പൊ ഡാൻസ് കളിച്ചാലോ? ഇപ്പോഴോ ഡാൻസ് കളിക്കുന്നതിന് ഒരു സമയം, ഒരു പരിധി ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചിരിക്കും കളിക്ക്. പിന്നെ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുമ്പോ ഇങ്ങനെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് മാത്രം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് പൂളിന്റെ സെക്ഷനിലേക്ക് പോവാം. പൂളാണ് ഇനി മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. പൂൾ കാണിക്കുന്നതിനേക്കാളും മുന്നേ ചുറ്റും കുറേ റൂംസ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കോട്ടേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നമുക്ക് അതിൽ എത്ര റൂംസ് വരുന്നുണ്ട്? ഇതിൽ നമുക്ക് ഈ കാണുന്നത് നമുക്ക് 4 റൂംസാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മാളിക കാറ്റഗറി. ഈ ബിൽഡിങ്ങിന്റെ പേരാണ് മാളിക. പിന്നെ അത് കോട്ടേജ് ആണ്, മൗണ്ടൻ വ്യൂ കോട്ടേജ് ആണ്. ഇത് രണ്ടും നമുക്ക് മാളിക കാറ്റഗറിയിൽ വരുന്നത്. ഈ മാളികയിലെ പ്രത്യേകത എന്താ? മാളിക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കാറ്റഗറി ആണ്. പിന്നെ നമുക്ക് ബാൽക്കണി വരുന്നതും കറക്റ്റ് ഈ പൂളിന്റെ വ്യൂ വരുന്നതും ഒക്കെ
ഈ ഒരു കാറ്റഗറിയിലാണ്. അതിൽ ഞാൻ താമസിച്ച റൂം ഏതാണെന്നറിയോ? ദാ മോളിൽ ഉള്ള റൂമാണ്, റൂം നമ്പർ 303. അതെന്താ ഞാൻ അവിടെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൂളിന്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ എപ്പോഴൊക്കെ ചാടണമെന്ന് അറിയണ്ടേ. അപ്പം ഈ ഒരു പൂള് നമുക്ക് ബാച്ചിലേഴ്സിന്, ഫാമിലീസ് എങ്ങനെ വേണേലും. പിന്നെ പൂള് എപ്പോഴും ഇങ്ങനെ ഫിൽട്ടർ ചെയ്തോണ്ടിരിക്കും. ഇതിപ്പോ ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഈ കാറ്റൊക്കെ അടിക്കുന്നോണ്ട് ജസ്റ്റ് ഇല അതൊരു പ്രശ്നം. ആളെ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈജീനിന്റെ കാര്യത്തിൽ അത് ഒരു രക്ഷയില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാം, നല്ല സർവീസിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ വന്നിങ്ങനെ പൂളിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ വന്നിരിക്കുക, സാരിയൊക്കെ കൊടുത്തത് ഇപ്പൊ മോശമായി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, എന്തായാലും പൂളിൽ പിന്നെയാലും ചടല, അതൊന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്ര മൂന്നാറിൽ തണുപ്പായാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ചൂടിന് വലിയ തണുപ്പുണ്ടാവില്ല. ആ ഒരു ഫീലിംഗ്. കുളിച്ചാലാ നമുക്ക് ഒരുമിച്ച് അത് പറ്റൂല. ഗസ്റ്റ് അല്ലേ, ഗസ്റ്റ്. പക്ഷെ ഇവിടെ ഒരു ഗസ്റ്റ് എന്നുള്ള ഒരു ഫീലിംഗ് ഞാൻ ഇല്ല കേട്ടോ ഒരിക്കലും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അനിയത്തി അല്ലെങ്കിൽ ചേച്ചിക്കുട്ടി ആ ഒരു ഫീലിംഗ്. ഇപ്പൊ ഇവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അണ്ണൻ, അതെ, എല്ലാവരും ഒരു ഫാമിലിയാണ്. നമുക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പോയാലോ? എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ഇതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ബേസിക് കാറ്റഗറിയിൽ വരുന്ന റൂംസും കാര്യങ്ങളും. പിന്നെ ഇവിടുന്ന് നേരെ മേലേക്കാണ് നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ പോയ ട്രീ ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആരോടും പറയണ്ട കേട്ടോ, അത് ആ ചക്ക കാണണ്ട. ആ ചക്കയിൽ നിന്ന് 2 ചക്ക ഞാൻ ഇട്ട് കൊണ്ടുപോകും എന്തായാലും. പക്ഷെ അത് പാടില്ല. അത് ആക്ച്വലി അത് എന്താ പറയാ, ഒരു ഭംഗിക്കൊക്കെയാണ്. പക്ഷെ ചെടികളാണേലും അങ്ങനെ ഒരു സാധനം അങ്ങനെ പറിക്കാനും കൊടുക്കാനും. ഞാൻ ഇതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചക്ക വരെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് തിരിപ്പിച്ചത്. ഇനി നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇവരുടെയും കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ് ടീമുണ്ട്, നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി തരും നമുക്ക്. നമ്മുടെ വണ്ടി ഇവിടെ സ്പാ. അപ്പൊ ഇവരുടെ റിസോർട്ടിന്റെ പേര് തന്നെ റിസോർട്ട് ആൻഡ് സ്പാ എന്നാ? അതെ, ഇന്ദ്രിയ റിസോർട്ട്സ് ആൻഡ് സ്പാ എന്നാണ്. സദേൺ പനോരമ ഇന്ദ്രിയ റിസോർട്ട്സ് ആൻഡ് സ്പാ. അപ്പൊ അതിൽ സ്പാ അവൈലബിൾ ആണ്. പക്ഷെ അത് നമുക്ക് എപ്പോഴും ഇല്ല. അത് എങ്ങനെയാണ് അതിന്റെ ഫെസിലിറ്റീസ്? നമ്മള് ബുക്കിങ്ങിനനുസരിച്ച് നമ്മള് റിസപ്ഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സോ അതിന് ഓരോ നമ്മുടെ എന്താ പറയുക ഓരോ പാക്കേജ് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതിന് ആള് വരും നമുക്ക്. അപ്പൊ എന്ത് ചെറിയ ഡീറ്റെയിൽ ആയാലും വിളിക്കാൻ മറക്കരുത്. സ്ക്രീനിൽ നമ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കുമ്പോൾ റിസപ്ഷനിൽ നമ്മുടെ ആരെയാണ് ഫോൺ വിളിക്കുമ്പോൾ കിട്ടാന്നൊന്നാ നമുക്ക് റിസപ്ഷനിൽ പോയി നോക്കാം. എന്തായാലും നമ്മളെ ഇവിടം വരെ എന്താ പറയുക, നമ്മുടെ ഫുൾ റിസോർട്ട് ടൂർ എടുപ്പിച്ചത് നമ്മുടെ പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ, നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. ചേട്ടൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും അല്ലേ. ഇത്തിരി പ്രായം കുറവാന്ന്. ഓക്കെ. പിന്നെ നമ്മുടെ കിളിച്ചേട്ടൻ, എല്ലാവരോടും താങ്ക് യു. നമ്മളെ എന്താ പറയുക ഫുൾ ടൂർ ശരിക്കും പറയാം. സത്യം പറഞ്ഞാൽ നമ്മൾ റൂമിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈ ഏക്കർ മൊത്തം കാണിക്കാന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും നമുക്ക് ഈ ഒരു റിസോർട്ടിന്റെ റിസോർട്ടെന്ന് പറഞ്ഞു റെസ്റ്റോറൻ്റ് ഒന്ന് കാണാനുണ്ട് അത്രമാത്രം. എന്തായാലും നമുക്ക് ഇതിൽ കൂടെ വേണം പോവാനായിട്ട് കേട്ടോ. അപ്പം ഇത് വേറെ അത് വേറെ. ശരിക്കും ഞാൻ കയറിയപ്പോൾ ഫുള്ള് ലുക്ക് കാണിക്കാനായിട്ട് വിട്ടുപോയി. എന്തായാലും ഇത് നമ്മുടെ ഒരു വെയിറ്റിംഗ് ഏരിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ കുതിരയൊക്കെ ഇരിക്കുക, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഒരു ഭംഗിക്ക്? ഇത് ആന്റിക് പീസാണ്. ആന്റിക് പീസ് ആണിത്. എവിടെ നിന്നാണ്, എങ്ങനെയാണ്? അത് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ സുൽത്താൻ രാജാവിന്റെ എന്തോ ഒരു ഇതിലാണ് ഇത് വന്ന് വെച്ചേക്കുന്നത് ഇവിടെ. അതേ ഉള്ളൂ, നമുക്ക് അതിന്റെ കൂടുതൽ സ്റ്റോറി അറിയത്തില്ല. അത് ചോദിക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓണർ തന്നെ പറയണം അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ശരിക്കുള്ള ഇപ്പൊ ഈ റിസപ്ഷൻ നിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ റിസപ്ഷൻ റെസ്റ്റോറൻറ്റ്, പിന്നെ എന്താ വരുന്നത് ബാങ്കറ്റ് ഹാൾ, അതൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ മാത്രമാണ് കേട്ടോ ഈ ഒരു ഏരിയ. എന്തായാലും ഈ ഒരു ലുക്കാണ് ശരിക്കും ഇവരുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോയാലോ? അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ കയറി നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റ് പറയാം, ഇവരെ ഡൈനിങ് ഏരിയ പറയാം. എന്തായാലും ഇരിക്കണ ഈ ചെയറും ടേബിളല്ല, ഈ ഒരു ആംബിയൻസ് ആണ്. ഒരു തട്ടുകടയുടെ ഫീലിംഗ്, ഒരു ആംബിയൻസ്, ഒരു ശരിക്കും മുംബൈ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇദ്ദേഹം മുദാസിർ, നമ്മുടെ F&B मैनेजर है। भाई आप यहाँ के मैनेजर हो? Yes, मतलब ma'am. रेस्टोरेंट का? Yes, I'm taking care of the restaurant here in Southern Panorama Indriya. ഓക്കെ. ഞങ്ങൾ ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് ഹിന്ദിയിൽ സംസാരിച്ച ആൾക്ക് മലയാളം അറിയില്ല, അതുകൊണ്ടാണ് ഹിന്ദിയിൽ പറയുന്നത്. वैसे आपको क्या बोलना चाहिए, मतलब हमारे जो व्यूवर्स के लिए जो ये देख रहे हैं उनके लिए?
I just request everyone to come here and enjoy the beauty of this nature in the tea garden Indriya Resort. And we have this Indriya cave also. You can enjoy the park view also. We have some of most of we have a multi-casino restaurant here. You can enjoy here South Indian, Chinese, continental food also. And we have 43 rooms of property. We have 5 premium categories. We have jacuzzi, we have pool villa, and apart from that, we have some activities also here. Kids play area also here, and it's not in a kiosk in a city side. You can just enjoy and come and visit once again, and then you can feel the relax of the atmosphere of Munnar. So thank you. Okay, thank you so much. Thank And you, can ma'am. can I know where are you from? Basically, I'm from Kashmir, but I'm living in Kerala from almost last 5-6 years. ആ, വെറുതെ അല്ല ഇത്ര വെളുപ്പും ഇത്ര ചുള്ളൻ ആപ്പിളത്തെ തുടുത്തുട് ആൾക്കത് മനസ്സിലായിട്ടില്ല, എന്തായാലും ചിരിക്കുന്നുണ്ട്. മലയാളം അറിയാം, മലയാളം മനസ്സിലാവും. കുട്ടിക്ക് മലയാളം അറിയും. I can understand a little bit, but I cannot speak properly. Some of the things I can understand, Sankar, but I cannot speak. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഡിഷുകളൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് ഇവരുടെ ആംബിയൻസ്, ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ. പിന്നെ അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇവരും എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ടൈം ഈ ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുക. വെള്ളത്തിന് കഴിയുമ്പോഴേക്കും ഓരോന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും പ്ലേറ്റ് എടുത്ത് മാറ്റില്ല. അങ്ങനെ രണ്ടാളും കൂടി ഉണ്ട്. വാ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്ത. ഞാൻ പറഞ്ഞില്ലേ, ഇവര് നമ്മളൊരു ഇവിടുത്തെ സ്റ്റാഫ് പോലെയല്ല കാണുന്നത്. ഇവരൊക്കെ നമ്മുടെ എന്താ പറയുക, സ്വന്തം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്കാണ്. നമ്മൾ ഒരു തവണ വന്നെങ്കിലും കൂടെ ഇങ്ങനെ ചേർന്ന് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ആട്ടോ. വെള്ളത്തിന് വെള്ളം, ഭക്ഷണം കഴിയുമ്പോഴേക്കും മേഡം ഇത് കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടെ ഒപ്പത്തിന് നിൽക്കുന്നത്. പിന്നെയും ഉണ്ട് ഒരു കുട്ടി. നമുക്ക് ഫസ്റ്റിൽ നമ്മളൊരു സാരി കൊടുത്തിട്ട് ഒരു കുട്ടീനെ, 2 കുട്ടികളുണ്ട്. അവർക്ക് എവിടെ പോയി? ബ്രേക്ക് പോയതാണ്. നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ അവർ ബ്രേക്ക് പോയി. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ മുതലാളി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിന്റെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ? കിട്ടിയ ഭാഗ്യം, അടിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടി, നമ്മുടെ റെസ്റ്റോറന്റിന്റെ എൻട്രി വരുന്നത് ഇതാണ്. നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് കൊണ്ട് സ്റ്റെയർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റിന്റെ എൻട്രി. അപ്പൊ ഇവിടെ നിന്ന് താഴത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൽ റോഡ്, നമ്മളിപ്പോ ജീപ്പ് വന്നില്ലേ, ജീപ്പ് സർവീസ് ആകുമ്പോൾ നമുക്ക് അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റെയർ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ, പിന്നെ സ്റ്റെയർ യൂസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇവിടെ ജീപ്പ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടല്ലേ? സോറി, ഞങ്ങൾ കൂടുതൽ അതിക്കോടെ വരുന്നത്. ഞാനത് കാരണം അതിക്കോടെ ഓടിക്കിട്ട് പോന്നു. എന്തായാലും താഴത്തേക്ക് പോവാം അല്ലേ? പോവാം. വന്നു എന്ന് പറഞ്ഞ വെറുതെ അല്ല, അതേ നിൽക്കുന്നു അവിടെ. എന്താ പേരാളുടെ? ജസ്റ്റിൻ സാർ കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾക്ക് എന്തായാലും പരിചയപ്പെടാണ്ടിരിക്കാൻ വയ്യ. നമ്മൾക്ക് ഒരു ഗ്യാപ്പ് തരുമോ? ഞാൻ ഇവരെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെന്തായാലും ഇത്ര നേരം ചുറ്റി കണ്ട ഒരു റിസോർട്ടിനെ കുറിച്ചിട്ട് പറയണ്ടേ. ഓണറാണ് അല്ലേ? അഹങ്കാരത്തോട് പറ. ഇതിപ്പോ എത്ര നാളായി ഇവിടെ? 10 വർഷമായില്ലേ? പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇത് അറിഞ്ഞു തുടങ്ങിയത് പറഞ്ഞാൽ നമ്മളിവിടെ വന്നാൽ മാത്രമാണ് ഇതിനെ കുറിച്ച് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ച് എടുത്തു എന്ന് ഞാൻ ആലോചിക്കും. ട്രീ ഹൗസ്, ഇതൊക്കെ കഷ്ടപ്പാട് തന്നെയാണ്. ആ കഷ്ടപ്പാട് കാണാനൊന്ന് വന്നേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വാ വരൂ. ആ, അപ്പൊ മൈക്കൊന്നും അടുക്കിൽ വെച്ചോ. എന്തായാലും നമുക്ക് ഞാൻ ഇങ്ങനെ പിടിക്കാതായിരിക്കും നല്ലത്. ആ, പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, എന്നാലും സെൽഫ് ഇൻട്രോഡക്ഷൻ ആയിരിക്കും ബെറ്റർ. ഞാൻ ഹാരിസ് സമീർ അലി. നമ്മളെന്തായാലും സ്ഥിരമായിട്ട് യാത്രയും ഫുഡൊക്കെ വ്ലോഗ് ചെയ്ത് അത്രയും വേണ്ട. കാരണം അഹങ്കാരം അത്രേ പറയുള്ളൂ. നമുക്കറിയാലോ എല്ലാവർക്കും. പിന്നെ നമ്മുടെ റോബിൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CCOKLത്തെ ഫൗണ്ടറാണ്. യൂട്യൂബിലത്തെ ഏറ്റവും ഫസ്റ്റ് രജിസ്റ്റേർഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള അല്ലേ? അപ്പൊ നമ്മുടെ റോബിൻജി ത്രൂ ആണ് നമുക്ക് ഇങ്ങനെ ഒരു സംഘടന അറിഞ്ഞപ്പെട്ടതാണ്. എന്താണ് യൂട്യൂബിൽ നിന്ന് അറിഞ്ഞത്? നമ്മളെ റോബിൻജി ത്രൂ ആണ്. അല്ല, അത് സത്യമാണ്. എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തോടത്തൊന്നും നമുക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു തന്നതും അതൊക്കെ ഇവിടെ നിന്നാണെന്ന് നമുക്ക് പറയാമല്ലോ. അത് നമ്മുടെ കേരളത്തിലത്തെ ഫസ്റ്റ് രജിസ്റ്റേർഡ് സംഘടനയാണ്. പിന്നെ നമ്മുടെ വീണ്ടും റിസോർട്ടിലേക്ക് വരികയാണ്. റിസോർട്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, ഞങ്ങളുടെ ഇപ്പോൾ കണ്ട ആൾക്കാർ വരുന്നവരാണെങ്കിൽ ഞങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ തരുമോ? ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയാണ് 365 ഡേയ്സ് ഓപ്പൺ ആണോ, അല്ലെങ്കിൽ ടൈമിംഗ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇതോടൊപ്പം തന്നെയുള്ള ഇതിനേക്കാളും നല്ലത് ഇവിടുത്തെ ഈ പാർക്കാണ്. പാർക്കിൽ എൻജോയ് ചെയ്യുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ. മറ്റേ അവിടുത്തെ ഈ നമ്മുടെ തന്നെ പാർട്ടാണത്. ആ നാച്ചുറൽ കേവ്, അത് മിസ് ചെയ്തത് തന്നെയാണ്. കേരളത്തിൽ ഒരു നാച്ചുറൽ പാർക്ക് ഇതേ ഉള്ളൂ, കേവേ ഉള്ളൂ. അത് ഞങ്ങളത് മാത്രമാണ്. ഇത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ അത് ആലോചിച്ച് ചിരി വരാണ്.
റോബിൻജിനൊക്കെ ഒരു ഗുഹര ഉള്ളിക്കൂടെ ഇങ്ങനെ കാല് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ട് അതൊക്കെ ശരിക്കും തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതൊക്കെ മൂന്നാർ വന്നാൽ ടൗണിനകത്ത് വരാതെ നമുക്ക് ഇവിടെ തന്നെ ഒരു 2 ദിവസം എൻജോയ് ചെയ്യാനുള്ള ഇത് തന്നെയാണ്. ഉണ്ട്. 25 ഏക്കറിനകത്താണ് ഇരിക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് വേറെ എവിടെയെങ്കിലും റിസോർട്ട് ഉണ്ടോ? വേറെ ഉണ്ട്, വട്ടവടയുണ്ട്, തേക്കടിയുണ്ട്. പക്ഷെ അവിടെ ഈ ഭംഗി ഉണ്ടാവില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓരോന്നിനും ഓരോ നേച്ചർ ഭംഗിയാണ്. അപ്പൊ ഞാൻ അടുത്തത് നമുക്ക് അവിടെ പിടിക്കാം. കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് ആണ് ഒരു പ്രോപ്പർട്ടി. അത് വന്ന് ഇത് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് അറിയണമെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഇതിൽ കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചതാകെ 4-5 റൂമാണ്. പക്ഷെ ഇവിടെ 43 റൂം. ആ 43 റൂം എന്തായാലും എല്ലാതും എക്സ്പ്ലോർ ചെയ്യാൻ വരാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഡീറ്റെയിലിംഗ് നമുക്ക് നമ്മുടെ ആർഷിക്കര വീഡിയോ കൂടെ നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടാൽ മതിട്ടാ. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ ഇതിന് പാട്ടാവാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും 3 പേരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.